കുളമറ്റം ഏബനേസർ PYPയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ത്രിദിന ബൈബിൾ ക്ലാസ്സിൻ്റെ രണ്ടാമത് ദിവസം രണ്ടാം സെഷനിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ വന്ദനം ചൊല്ലുന്നു. മേലാൽ സംഭവിപ്പാനുള്ളത്, ഇതാണ് നമ്മുടെ തീം. ഇന്നലെ ഒരു അടിസ്ഥാനമിട്ടു. പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിലേക്ക് നാം ഇന്നലെ പ്രവേശിച്ചു. മേലാൽ സംഭവിപ്പാനുള്ളതിനകത്ത് പ്രധാനപ്പെട്ട 3 കാലങ്ങളാണ്. ഒന്ന് 70-ാം ആഴ്ചവട്ടം, 2 ആ 3 കാലങ്ങളിൽ, 1 70-ാം ആഴ്ചവട്ടം, 2 സഹസ്രാബ്ദ വാഴ്ച, 3 സമ്പൂർണ്ണ യുഗം എന്നുള്ളതാണ്. 70-ാം ആഴ്ചവട്ടം ആരംഭം കുറിക്കുന്നതിന് ബുക്ക് ഓഫ് റെവലേഷൻ ഈ ചാർട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ചർച്ച്. നമ്മളൊക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന അപ്പോസ്തോലികവും കാതോലികവും ശ്ലൈകീകവുമായിരിക്കുന്ന എക്ലീസിയ. ഇതാണ് എക്ലീസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭ. ഈ സഭ ദാ പോകുന്ന പോക്ക് കണ്ടോ, മുകളിലോട്ട് എടുക്കപ്പെടുകയാണ്. ഇപ്പോൾ ചർച്ച എവിടെയാണ്? 3-ാം സ്വർഗത്തിൽ. അപ്പോൾ ഈ സഭ ഇവിടുന്ന് എടുക്കപ്പെട്ട അനന്തരം, അതാണ് ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 4 വേഴ്സ് 1. അതിനകത്ത് കൊടുത്തിട്ടുള്ളത് മേലാൽ സംഭവിപ്പാനുള്ളത്. ചാപ്റ്റർ 2 ചാപ്റ്റർ 3 അതിനകത്ത് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് സഭയാണ്. സഭ എടുക്കപ്പെട്ട ശേഷം ഇത് കഴിഞ്ഞ ഉടനെ നടക്കുന്ന പ്രധാനപ്പെട്ട ചില യുദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ച് ഇന്നലെ തുടങ്ങിയിട്ടുള്ളത്. ഇനി നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട യുദ്ധം, അതെ, അങ്ങനെ യുദ്ധത്തിൻ്റെ ശ്രുതികൾ, ധ്വനികൾ നാം കേൾക്കും എന്നുള്ളത് ഇന്നലെ വായിച്ച വാക്യം തന്നെയാണ്. ഒന്ന് പെട്ടെന്ന് ആ വാക്യം കൊടുത്ത് വായിക്കണമേ. മാർക്കോസ് വിശേഷം 13-ാം അധ്യായം 7-ാം വാക്യം, 13-7. പെട്ടെന്ന് നോക്കേ. നിങ്ങൾ, ഇത് നമ്മളാട്ടോ. നമ്മളിപ്പോ എവിടാ? നമ്മളിപ്പോ ഭൂമിയിലാ. ഇതിനെ സമ്പാദിക്കാൻ വേണ്ടി ആണ് ഇതാ യേശു ക്രൂശിക്കപ്പെട്ടത്. എന്നിട്ട് സ്വർഗാരോഹണം ചെയ്തു, ഹോളി സ്പിരിറ്റിനെ നൽകി ശക്തീകരിച്ച് നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ഏതാണ്ട് ഇവിടെ നിൽക്കുന്നത്. ഈ 3-4 വര കണ്ടോ? 3 വര എടുക്കപ്പെടല്ല. ഈ സമയത്ത് നിങ്ങൾ ശിഷ്യന്മാരെ, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, നിങ്ങളത് അനുഭവിക്കുന്നില്ല. അപ്പോൾ ആ യുദ്ധം എടുക്കാം. യെഹെസ്കേൽ പ്രവചനം 38, 39 അധ്യായങ്ങൾക്കകത്തുള്ള വിഷയമാണ്. ഇപ്പോൾ ഇവിടെ വായിച്ച് സഹായിക്കും. അതിലെ 38-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, 7-ാം വാക്യം വരെ ഇന്നലെ വായിച്ചിട്ടുണ്ട്. വായിച്ച് വിടുമ്പോൾ അതിനകത്തെ ചില കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കാനെന്ന് പറയും. ക്ലാസ് കൊണ്ട് അങ്ങോട്ട് ജോയിൻ ചെയ്യാം. വായിച്ചു. രോഷും പിള്ളേരും വന്ന് താമസിക്കുന്ന, മേശക്കും പിള്ളേരും വന്ന് താമസിക്കുന്ന, തൂബലും പിള്ളേരും വന്ന് താമസിക്കുന്ന, റോഷ് റഷ്യ, മേശക്ക് മോസ്കോ, തൂബൽ സൈബീരിയ, ഈ 3 രാജ്യങ്ങൾ വരട്ടെ. കഴിഞ്ഞ ഇന്നലെ നമ്മൾ ചിന്തിച്ചതാണ്. ഒന്ന് പേട്ടിട്ടില്ല, അതിൻ്റെ മാപ്പ് ഇപ്പോൾ കാണിക്കും. ഈ രാജ്യങ്ങൾ, എന്നിട്ട് സമ്പൂർണമായ റഷ്യയുടെ ഭൂപടവും കൂടെ കാണിച്ചാട്ടെ.
ഇതാണ് റഷ്യ. ഈ ഗോഗെ ഇനി വായിച്ചോ. ആ ആ ഇത് പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? BC 538 ഏകദേശം. അപ്പോൾ ഇപ്പോഴത്തേക്ക് എത്ര വർഷം മുമ്പാണ്? 2563. ഓക്കെ, അതാണ് കണക്ക്. ഇനി വായിച്ചു, പെട്ടെന്ന് വായിച്ചു, ഇനി സമയം ഒട്ടും കളയാൻ. ഈ ചൂണ്ടൽ കൊണ്ടുപോകുന്ന പറഞ്ഞാലേ അത്ര താല്പര്യമൊന്നുമില്ല, നിന്നേ പറ്റും. കാര്യം അതിന്റെ കാരണം എന്താകും? വായിച്ചു, വേഗം വായിച്ചു. ഫുൾ സൈന്യം, പൂർണ്ണമായ സജ്ജമായ സൈന്യത്തോടുകൂടെ. അടുത്തത് ഇങ്ങോട്ട് ശ്രദ്ധിച്ച്. ഇറാൻ പഴയ പേർഷ്യ ആണ് ഇത്. ഇറാൻ നെക്സ്റ്റ്, ഇപ്പോഴത്തെ പേർഷ്യ. അടുത്തത് വായിച്ചു. കൂഷ്യർ, എത്യോപ്യ. നെക്സ്റ്റ് ഗോമര, ജർമ്മനി. അടുത്തത് ഇവരുടെ മുഴുവൻ സൈന്യത്തോടെ, സന്നാഹത്തോടെ. അടുത്തത് വടക്കേ അറ്റത്തുള്ള തോഗർമഗ്രഹം എന്ന് പറയുന്നത് ടർക്കി, ഈ രാജ്യവും. അടുത്തത് വായിച്ചു. എല്ലാ പടക്കൂട്ടങ്ങളും, പല ജാതികൾ എന്ന് പറയുന്നതിനകത്ത് പിന്നെയും കുറച്ചും കൂടെ സഖ്യകക്ഷികളൊക്കെ ഉണ്ട്. ഇനി വായിച്ചോ. പ്രവാചകമാണ്, ഒരുങ്ങിക്കൊള്ളുക. ഇവിടെ മുതൽ തുടങ്ങാൻ പോകണം. ഒരുങ്ങിക്കൊള്ളുക എന്ന് വെച്ചാൽ ഒരു യുദ്ധത്തിന് മുന്നമേ എന്ത് ചെയ്യണം? പരിശീലനം ഉണ്ടാകും അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനുമായിട്ട് ഒരു ചെറിയ ഏറ്റുമുട്ടലിന് മുന്നമേ കരസേന, നാവികസേന, വ്യോമസേന ആദ്യം അങ്ങോട്ട് പുറപ്പെടുകയല്ല, അവര് ഒരു പരിശീലനമൊക്കെ ഒന്ന് നടത്തി. ഒരുക്കമാണ്. അടുത്തത് നെക്സ്റ്റ്, ഒരുങ്ങിക്കൊള്ളുക. നീ അവർക്ക്. അപ്പൊ മേധാവി ആരാണ്? ഗോഗ, റഷ്യ. റഷ്യയുടെ നേതൃത്വത്തിൽ. അപ്പോൾ തന്നെ നേതൃത്വം കൊടുക്കുന്ന ചൂണ്ടൽ കൊണ്ട് പിടിച്ചോണ്ടാണ്. ഇതിനകത്തുള്ള ഏതോ ഒരു സഖ്യകക്ഷിയുമായിട്ടുള്ള നിർബന്ധത്തിന്റെ ഭാഗമാണത്. അതിനെക്കുറിച്ച് ഒന്ന്, ഇത് ദൈവമില്ല എന്ന ലോകത്തെ പഠിപ്പിച്ച രാജ്യം ഒരു കാലത്ത്. ഇപ്പോൾ കത്തോലിക്ക സമുദായത്തിനൊക്കെ അല്പം വേരുകൾ ഉണ്ടെങ്കിലും ദൈവമില്ല എന്നുള്ള നിരീശ്വരവാദത്തിന്റെ ഫാക്ടറി ആയിരുന്നു ഇത്. എവൻ ഒരു കാലത്ത്. രണ്ട് കൂട്ടുകക്ഷികളെയൊക്കെ നോക്കണം. അതിലൊരു പുള്ളിയാണ് ഇസ്മയിലിന്റെ മോൻ, ഇറാൻ. എന്നെടുത്തേ. ഇറാൻ, ഈ രാജ്യം ഇത് അറബി രാജ്യമാണ്. സത്യത്തിൽ ഈ അടിയുടെ ഉള്ളിലേക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കുടുംബ പ്രശ്നമാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ചില കുടുംബ പ്രശ്നം സഭയ്ക്കകത്ത് വരും. വീട്ടിൽ അച്ഛനും അമ്മാമ്മയും തമ്മിൽ അടികൂടിയതാണ്, അതെന്ത് ചെയ്യും? സഭയ്ക്കകത്ത് വരും, കമ്മിറ്റിക്കകത്ത് വരും. സഭയെ പിടിച്ച് ചില വിഷയമൊക്കെ എന്ത് ചെയ്യും? അവിടുന്ന് ഒറ്റ മരുന്ന്, ഒറ്റമൂലി ഞാൻ പറഞ്ഞുതരാം.
ദൈവസഭയുടെ വിവേചന അധികാര പരിധിക്ക് അകത്തില്ലാത്ത ഒറ്റ കാര്യവും ഇതിനകത്തോട്ട് കയറാൻ നേതൃത്വം അനുവദിക്കരുത്. വീട്ടിൽ തീരേണ്ട വീട്ടിൽ കൊണ്ട് തീരാൻ നോക്കണം. അത്രയും പറഞ്ഞാൽ അവിടെ നിർത്തുന്നു നമ്മുടെ വിഷയം. ഇനി വായിച്ചോ താഴോട്ട്. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ എന്ത് ചെയ്യും? സന്ദർശിക്കപ്പെടും. വായിച്ചോ. എത്രാം വാക്യമായതി? 8 വായിച്ചു. വാളിന്, ഇനി നിർത്തി വായിക്കണം. വാളിന് ഒഴിഞ്ഞു പോകുന്നതും, ശ്രദ്ധിച്ചു കേട്ടെ. രണ്ടാമത്തെ പോയിന്റ്, പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യം. അതേതാ? പല രാജ്യത്തിനകത്ത് അവിടുന്ന് ശേഖരിക്കപ്പെട്ടത്. മുകളിലത്തെ പോയിന്റ് വായിച്ച്. 2 പോയിന്റാണ് അവിടെ കിട്ടിയത്. വാളിന് ഒഴിഞ്ഞു പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാള് ഇവന്റെ കഴുത്തിനിട്ട് വെട്ടാൻ നോക്കിയാൽ ഇവൻ അതിൽ നിന്ന് എന്ത് ചെയ്യും? എസ്കേപ്പ് ആവും, ഒഴിഞ്ഞു പോകും. അങ്ങനെ ഉള്ളൊരു രാജ്യം ഈ ഭൂമിയുടെ മുഖത്ത് ഉണ്ട്. വരട്ടെ ആ രാജ്യം. ഇസ്രായേൽ. വായിച്ചോ താഴോട്ട്. ഇവരെ AD 70 തീത്തോസ് കൈസറിന്റെ കാലഘട്ടത്തിൽ യേശുവിനെ ക്രൂശിച്ച സമയത്ത് ഇവര് പറഞ്ഞു, നമ്മുടെ വെളിപ്പാടത്തിന്റെ ചാർട്ടിനകത്ത് കാണാം, ഇവിടെ ക്രൂശുള്ളപ്പോൾ യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ AD 70 ആയപ്പോഴത്തേക്കും തീത്തോസ് കൈസറിന്റെ നേതൃത്വത്തിൽ വന്ന ഒരു പ്രശ്നം തൊട്ടുപുറകെ അവർക്ക് ഘട്ടം ഘട്ടമായി അത് വിസ്തരിക്കേണ്ടതാണ്. ദ ഹിസ്റ്ററി ഓഫ് ഇസ്രയേൽ എന്നുള്ളൊരു ചരിത്രം വിസ്തൃതിയുള്ളതാണ്. യഹൂദൻ വളരെ സഹിക്കേണ്ടി വന്ന കഷ്ടങ്ങളുണ്ട്. ഇവരെ സകല ജാതികളുടെയും രാജ്യങ്ങളിലേക്കൊക്കെ ചിതറിപ്പോയി. ഈ കൊച്ചിയിൽ പോലും മട്ടാഞ്ചേരിയിൽ പോലും അവർ വന്നതിൻ്റെ ശേഷം ഇപ്പോൾ പോയി കണ്ട ആരെങ്കിലും ഉണ്ടോ? ഇത് ഈ പുസ്തകത്തിൽ നിന്ന് എടുത്ത് പറയുമ്പം ഉണ്ടെന്നുള്ളതിന് കേരളത്തിൽ പോലും എന്തുണ്ട്? ഇപ്പൊ അവരൊക്കെ അവിടെ അധികം ഇല്ല. അവരെങ്ങോട്ട് പോയി? അപ്പൊ ഈ പുസ്തകത്തിൽ എഴുതിയേക്കുന്നതിന് വാക്ക് ഒന്നും കൂടെ വായിച്ചേ. എവിടുന്നൊക്കെ ഒന്ന് വായിച്ചേ. ഇവരെ ശേഖരിക്കുന്നതിനെ കുറിച്ച് ഒരു ബൈബിൾ പ്രയോഗമുണ്ട്, അതൊക്കെ എടുക്കേണ്ടതാണ്. അരിപ്പ കൊണ്ട് അരിച്ചെടുക്കുന്നത് പോലെ എന്ത് ചെയ്യും? അരിച്ച് ദൈവം തമ്പുരാൻ ഇവിടെ കൊണ്ടുവരും. ഇവർക്ക് ഇങ്ങനെ ഒരു രാജ്യം ഇല്ലായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തോടുകൂടെ അതിനുശേഷമാണ് ഇവർക്ക് എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരു രാജ്യം എന്നുള്ള നിലയിലേക്ക് ഒരു തുടക്കം വീണ്ടും ഉണ്ടായത്. പലപ്പോഴും ഇവർക്ക് ഈ രാജ്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അയൽ രാഷ്ട്രങ്ങൾ ഇവരുടെ മേൽ കയറി വന്നിട്ടുണ്ട്. ഇവർ കുറെ കാര്യം ഇവിടെ ആയിരുന്നേ. ഇവിടുന്ന് എന്തോരം അടിമനുഖത്തിൽ കുടുങ്ങിക്കിടന്ന് ഇവിടെ നമ്മുടെ ഉപദേശിമാരൊക്കെ പ്രസംഗിക്കാറ്. ജനത്തിൻ്റെ കഷ്ടത കണ്ടു. ഇവരിവിടെ ആയിരുന്നു. കണ്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറില്ലേ? അത് ഇവിടെയായിരുന്നു. എന്നിട്ട് ഇവിടുന്ന് പിന്നെ ഇവിടെ വന്നു. ഇവിടെ അന്ന് കുറച്ചും കൂടെ അവർക്ക് കിട്ടിയിരിക്കുന്ന രാഷ്ട്രത്തിന് കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പം ഇവിടെ വന്നു. ഇനി വായിച്ചേ എസ്കേൽ പ്രവചനം. നിരന്തരം ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഒരു കാലം ഇത് ശൂന്യമായി കിടന്നു എന്ന് വെച്ചാല് ഇസ്രായേലിന്റെ കൃഷി, ഇനി താഴോട്ട് നമ്മൾ അതൊക്കെ ഒന്ന് പഠിക്കും. അവർ മരുഭൂമിയിലും നമ്മളെക്കാൾ വിളവ് ഉൽപ്പാദിപ്പിക്കാൻ അറിയുന്നവരാണ്. നമ്മളാണെങ്കിൽ ചെടി നട്ട് അതിൻ്റെ ചോട്ടോട് ഒരു കുടം വെള്ളവും ഒഴിക്കും. ജൂതന്റെ കൃഷി എന്ന് പറഞ്ഞാൽ വളരെ തുള്ളിയായി ആ സസ്യത്തിന് വേണ്ടുന്ന ജലം എത്രയാണ്, വേണ്ടുന്ന വളം എത്രയാണ്, വേണ്ടുന്ന പ്രകാശം എന്താണ്, അങ്ങനെയാ. അങ്ങനെ ഈ നിരന്തരം ശൂന്യമായി കിടന്ന രാജ്യം അവർ മെച്ചപ്പെടുത്തുകയാണ്. തൊട്ട് താഴോട്ട് വായിച്ചോ.
ആ, ജാതികളുടെ ഇടയിൽ നിന്ന് ആര് വന്നിട്ട് ഇവര് നിർഭയമായിട്ട് വസിക്കും. ഇവർക്ക് ഗാസ മുനമ്പിലൊക്കെ കഴിഞ്ഞ ദിവസം അടി പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? ഈ കഴിഞ്ഞിടയ്ക്ക് നടന്ന പാലസ്തീൻ യുദ്ധം ഒന്ന് കാണണം. ആ യുദ്ധസമയത്തൊക്കെ ഇവരുടെ ജനത്തോട് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് നിർഭയമായിരുന്നോളാനാണ്. ഞങ്ങളുടെ സൈന്യം സജ്ജമാണ്. അതാണ് ഉറപ്പുള്ള ഒരു രാഷ്ട്രം എപ്പോഴും പ്രജകളോട് പറയുന്നത്. നിങ്ങൾ പോയി കിടന്നുറങ്ങിക്കോ, ഞങ്ങൾ എന്ത് ചെയ്തോളാം. ആ കാര്യം ഏറ്റു. അപ്പോൾ നിർഭയം വസിക്കുകയാണ്. ഇവർക്ക് ഭയങ്കര ചങ്കൂറ്റം കേട്ടോ, ഭയങ്കര ധൈര്യവും അവർക്ക്. ഇനി അടുത്തത് വായിച്ചു. ആര്? ഈ ഗോഗും നമ്മൾ കേട്ട മുമ്പ് പഠിച്ച രാജ്യങ്ങൾ, അവരുടെ സൈന്യം, അവരുടെ യുദ്ധവിമാനങ്ങൾ, അവരുടെ ആകാശ സൈന്യം, അവരുടെ കരസേന, അവരുടെ നാവികസേന, ഇത് എല്ലാം കൂടെ വന്ന് ഇവരെല്ലാം കൂടെ ഇതിനെ അങ്ങോട്ട് വളയുക. മഴക്കോൾ പോലെ എന്ത് ചെയ്യും? ഈ മഴക്കോള്, ഇപ്പൊ നല്ല മഴക്കോളുണ്ട് അല്ലേ? ഇന്ന് പകല് നന്നായി സൂര്യനെ നമ്മൾ പലരും കണ്ടിട്ടില്ല. കാര്യം മെയ് മാസം തുടങ്ങിയപ്പോൾ എന്തൊരു ചൂട്. മെയ് മാസം 30-ാം തീയതി ആയപ്പോൾ എന്തൊരു തണുപ്പ്. മഴക്കോൾ വന്ന് മൂടിയാൽ എങ്ങനെ ഇരിക്കും? ഈ രാജ്യങ്ങളുടെ എല്ലാ യുദ്ധവിമാനങ്ങളും കൂടെ ഇങ്ങോട്ട് വന്ന് ഇതിൻ്റെ ആകാശത്തിൽ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കുന്നൊന്ന് കാണണം. തകർക്കുന്നതാകാൻ സാധ്യത എന്നുണ്ട്, അല്ല എന്നുമുണ്ട്. അതുകൊണ്ട് അതൊരു കാരണം പറയുന്നുണ്ട്, അവിടെ നിൽക്കട്ടെ. ആ കാരണത്തെക്കുറിച്ച് വൈരുദ്ധ്യങ്ങൾ, വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളുണ്ട്. ഇനി വായിച്ചതിൻ്റെ താഴോട്ട് വായിച്ചു. മഹാസൈന്യമായിട്ട് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ നീ വരും. ഇത് ആവർത്തിച്ച് പറയുക. ദേശത്തെ മറക്കേണ്ടതിനുള്ള മേഘം പോലെ നീ വരും. ആര് വരും? വിട്ടുപോകരുത്. ഗോഗ് വരും. ആര് വരും? റഷ്യയുടെ നേതൃത്വത്തിൽ സൈന്യങ്ങൾ, സഖ്യകക്ഷികൾ വരും. അടുത്തത് ഗോഗേ, റഷ്യയെ, ഗോഗേ, റഷ്യയെ. അന്ത്യകാലത്ത് അവിടെ ഒരു പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നു. അന്ത്യകാലത്ത് ജാതികൾ കാണുകേ. അപ്പൊ അന്ത്യകാലം എന്നാണ് ആരംഭിച്ചത്? അന്ത്യകാലം എന്ന് പറയുന്നത് ഒരു വലിയ പഠനമാണ് കേട്ടോ. അന്ത്യകാലം എന്നാണ് ആരംഭിച്ചത്? അന്ത്യകാലത്തേക്കുള്ളത് ആയക കൊണ്ട് നീ അത് മുദ്രയിടണമെന്ന് ദാനിയേൽ പ്രവചനത്തിൽ കാണാം. എന്നാൽ വെളിപ്പാട് പുസ്തകം വന്നപ്പോൾ മുദ്രയിടണ്ട. അപ്പോൾ അന്ത്യകാലം എന്ന് ആരംഭിച്ചു. യോവേൽ പ്രവചനത്തിന്റെ ഉദ്ധരണി പത്രോസ് ഉപദേശി എടുത്ത് ഒന്നാമത്തെ പ്രസംഗത്തിന്റെ കുറിവാക്യം ഇട്ടപ്പോൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും അതിൻ്റെ അംശമായ ആരംഭം നിവർത്തിയാണ് ഇവിടെ നടന്നതെന്ന് പറയുമ്പോൾ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, സഭായുഗം വന്നപ്പോൾ, 69 ആഴ്ചവട്ടം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ 69 70 ആഴ്ചവട്ടങ്ങൾക്ക് ഇടയിലുള്ള ബ്രാക്കറ്റ് പീരീഡായ കൃപാകാലം ആരംഭിച്ചപ്പോൾ അന്ത്യകാലത്തിന് ആരംഭം കുറിച്ചു. അതുകൊണ്ട് ഇന്ന് ഈ ബൈബിൾ ക്ലാസ് നടക്കുന്നത് അന്ത്യകാലമാകയാൽ ഈ വാക്യത്തിനകത്ത് അന്ത്യകാലം എന്നുള്ളത് കൊണ്ട് ഇതിന് കാലിക പ്രസക്തിയുണ്ട്. വീണ്ടും വിളിച്ചു റഷ്യ. ഞാൻ എന്നെ തന്നെ ഞാൻ ആരാന്ന് അറിയേണ്ടതിന് നിനക്കറിയല ഇവന്റെ ദൈവം ആരാന്ന്. അതറിയേണ്ടതിന് ഞാൻ വരുത്തും. അടുത്തത് ഇനി വായിച്ചോ.
ആ ആന്റി ഒന്നും കൂടെ വായിക്കണം ആ വാക്ക്. വായിച്ചു. ഞാൻ നിന്നെ വരുത്തുമെന്ന് പണ്ടത്തെ കാലത്തെ സംവത്സരങ്ങളായി പ്രവാചകന്മാരായ എൻ്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ അരുളി ചെയ്തത് നിന്നെ കുറിച്ചല്ലയോ? ഈ പ്രവചനം എടുത്തിവിടെ ഉദ്ധരിക്കുമ്പോഴും ഇതും ഒരു പ്രവചനമാണ് ലോകത്തോട്, അല്ലേ? അങ്ങനെയെങ്കിൽ അവൻ ഇത് നിന്നെ കുറിച്ചല്ലയോ? അടുത്തത് ഇസ്രയേൽ ദേശത്തിന് നേരെ നീ വന്ന മഴക്കാറ് പോലെ മേഘം പോലൊക്കെ നീ വന്ന് നീക്കും. അന്നാളിൽ എൻ്റെ കോപം എന്ത് ചെയ്യും? അപ്പൊ ഈ അമേരിക്ക എവിടെ പോയി? ബ്രിട്ടൻ എവിടെ പോയി? അതിനൊരു ചരിത്രപരമായൊരു ഭാഗമുണ്ട്. ഇവർക്കൊന്നും ഇവനെ രക്ഷിക്കാൻ പറ്റാത്ത നിലയിൽ ഒരു സാഹചര്യമാവും. ഇസ്രയേൽ ഒത്തിരി വിഷമിക്കും. ഇസ്രയേലിനെ സഹായിക്കാൻ വരുന്ന കക്ഷി അമേരിക്ക, ബ്രിട്ടൻ പോലെയുള്ള യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങൾ, അത് എല്ലാം നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. കുറേ രാജ്യങ്ങളുണ്ട്. അവര് തർശീഷ് വാർത്തകന്മാർ, എങ്ങനെയാ നമ്മൾ വായിച്ചത്? ആമേൻ. ശബാ, ദഥാൻ, തർശീഷ് വർത്തകന്മാർ, അവരൊക്കെ സഹായിക്കാൻ കഴിയാതെ വണ്ണം എന്ത് ചെയ്യും? അതുകൊണ്ട് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. മനുഷ്യനിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. സ്തോത്രം. ഇന്ന് ഇസ്രയേലിന്റെ പുറകിൽ ഇസ്രയേലിനൊരു ധൈര്യമുണ്ട്, അമേരിക്ക ഉണ്ട്, പാറ പോലെ ഉറച്ചു നിൽക്കുന്നവനുണ്ട് പറയുന്നെങ്കിലും സഹായിക്കാൻ കഴിയാതെ വണ്ണം ഇവര് ചരിത്രം പറയുന്നത് കളം മാറുമെന്നാണ്, കൂറുമാറും എന്നാണ്. ഇസ്രയേൽ വിഷമവൃത്തത്തിലാകും. അന്നേരമാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു സമാധാനം അവർക്ക് കിട്ടും. എന്നാൽ ഇതൊരു വലിയ യുദ്ധമാണ്. ലോകരാജ്യങ്ങൾ ചേർന്ന് നടത്തുന്ന യുദ്ധമാണ്. ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിൽ നടക്കുന്ന യുദ്ധം ഒരു ലോകമഹായുദ്ധമല്ല. അതിൻ്റെ കൂടെ സഖ്യകക്ഷികൾ, മറ്റ് രാജ്യങ്ങൾ ചേരി തിരിഞ്ഞ്, നമ്മൾ കണ്ടിട്ടില്ലേ ചില സഭകൾക്കകത്തൊക്കെ തോമാച്ചൻ, അവറാച്ചൻ, സൂസപ്പൻ, സൂസമ്മ, ഞങ്ങളെല്ലാം കൂടെ ഒരു സെറ്റ്. പണ്ട് സ്കൂളിൽ 1ാം ക്ലാസ്സിലെ സെറ്റ് പോലെ ഞങ്ങളെല്ലാം കൂടെ പക്രുവിൻ്റെ കൂട്ട്, ഞങ്ങളെല്ലാം കൂടെ കുക്രുവിൻ്റെ സെറ്റ്. 1ാം ക്ലാസ്സൊക്കെ വിട്ടെങ്കിലും ചില സമയത്തൊക്കെ ചിലർക്ക് ആ സ്റ്റാൻഡേർഡേ ഉള്ളൂ. ഇവിടെ ഇതിൻ്റെ കുറച്ച് കൂടിയായിട്ടുവാ. ലോകരാജ്യങ്ങളിൽ ചിലരെല്ലാം കൂടെ മറ്റൊരു രാജ്യം കയറി ഇടപെട്ട് കഴിയുമ്പോൾ കാര്യങ്ങൾ വഷളാകും. അപ്പോൾ ഇവിടെ ഐക്യരാഷ്ട്ര സംഘടനയില്ലേ ഒരു ചോദ്യമാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം രംഗപ്രവേശനം ചെയ്തിരിക്കുന്ന ഐക്യരാഷ്ട്ര സഭ ഇല്ലേ, ഐക്യരാഷ്ട്ര സംഘടനയില്ലേ ഇടപെടാൻ? 1ാം ലോക മഹായുദ്ധത്തിന് ശേഷവും വന്നല്ലോ, അത് പൊളിഞ്ഞല്ലോ. പിന്നെ അല്ലേ ഇപ്പൊ വന്നത്? ഇപ്പൊ ഐക്യരാഷ്ട്ര സംഘടന പലതും താക്കീത് ചെയ്തിട്ടും വിയോജിപ്പ് അറിയിച്ചിട്ടും ഇസ്രയേലൊക്കെ കയറി അടിക്കുന്ന അടി ഞങ്ങൾക്കാരുടെയും വലിയ വർത്തമാനം കേൾക്കണ്ടെന്നൊക്കെ പറഞ്ഞ നിസ്സഹായരായിട്ട് നിൽക്കുക. ഈ വ്യവസ്ഥിതി യുദ്ധത്തോടുകൂടെ തകരുമെന്നാണ് ലോകരാജ്യങ്ങളുടെ സമാധാന ഉടമ്പടി കരാറുകളൊക്കെ നിർണയിച്ചിരിക്കുന്ന. എല്ലാ അണുവായുധങ്ങളുള്ള അണുശക്തികളാണ് ഈ രാജ്യങ്ങൾ. അത് ഒന്നിച്ച് അവരുണ്ടാക്കിയിരിക്കുന്ന സകല കരാറുകളും പൊളിയുമ്പോഴാണ് ഇവരുടെ മുമ്പിലേക്ക് ഒരാള്, ഇവർക്ക് സമാധാനം ദൈവം കൊടുക്കും. അന്നേരം ഒരാള് എഴുന്നേറ്റ് വരും, ആളെ എടുക്കുക.
ബുക്ക് ഓഫ് റിവലേഷൻ ചാപ്റ്റർ 6 വേഴ്സ് 1. പെട്ടെന്ന് വായിച്ചാട്ടെ. ആമേൻ. 6-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് റിവലേഷൻ ചാപ്റ്റർ 2 വായിച്ചോ. 6:1. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ വായിച്ചേ. ഞാൻ വെള്ളക്കുതിരയെ കണ്ടു. ആള് ഇപ്പോ സഭ എടുക്കപ്പെട്ടു. ഇവിടെ ഒരു വലിയ യുദ്ധം നടക്കുന്നു. യുദ്ധം കഴിഞ്ഞ് ഒട്ടുപുറകെ ഈ പുള്ളിയും കൊണ്ട് ചാടി വന്നു. കുതിര വെള്ളയാണ്. കാരണം എന്താണെന്നറിയാം? വെളിപ്പാട് പുസ്തകം 19 ഒരു കുതിരയുണ്ട്. ഈ കുതിര ആ കുതിരയും കൂടെ ഒറ്റ കുതിരയാണ് എന്നുള്ളതാണ് തോന്നുന്നത്. അതൊന്ന് വായിച്ചേ. അച്ഛാ എത്രാം വാക്യം അച്ഛാ? 11-ാം വാക്യം. ഇതിലിരിക്കുന്നവൻ ആ പേരുണ്ടോ? ഇല്ല. അടുത്തത്. ഇതിലിരിക്കുന്നവൻ ഇവൻ ആ പേരൊന്നുമില്ല. അടുത്തത്. അവന്റെ കണ്ണ് ഉൽപ്പത്തി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേൻ, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എന്ന 7 സഭകൾക്ക് അയക്കാൻ ഇങ്ങനെ കാഹളനാഥത്തിന് മഹാനാഥനും എന്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുമ്പോൾ ഞാൻ തിരിഞ്ഞാറേ 7 പൊൻനില വിളക്കുകളെയും നിലവിളക്കിടെ നടുവിൽ നിലയെങ്കി ധരിച്ച മാറത്ത് പെൺകച്ച കെട്ടി മനുഷ്യപുത്രനും സദൃശനായവനെ കണ്ടു. അവന്റെ കണ്ണ് അഗ്നിജ്വാലക്കത്തുള്ളതും. അപ്പോ കണ്ണ് നോക്കിയപ്പോൾ ഇതാരാ ആളെന്ന് മനസ്സിലായോ? തലയിൽ ഇവിടെ പുള്ളിക്ക് ഒറ്റ കിരീടമേ ഉള്ളൂ. ഈ ആള് സമാധാനത്തോടെ നിൽക്കുമ്പോ ഇവര് പറയും, ആരാ? ഇസ്രായേൽ. അവര് പറയും, ഇതാണ് ഞങ്ങളുടെ മശിഹ, ഇതാണ് ഞങ്ങള് കാത്തിരുന്ന മശിഹ, ഞങ്ങളുടെ ന്യായപ്രമാണ പുസ്തകത്തിലുള്ള മശിഹ, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള പുള്ളി. കാര്യം പുള്ളിക്ക് ലുക്കുണ്ട്. എന്നാൽ സാക്ഷാൽ മശിഹ വന്നു, വേഷത്തിൽ മനുഷ്യനായി ഉലകത്തിൽ അവതരിച്ചു. അന്നേരം അവർ പറഞ്ഞു, ഞങ്ങൾക്ക് യവനെ വേണ്ട, ബർബാസിന് ഇവനേക്കാൾ ലുക്കുണ്ട്, ബർബാസിനെ മതി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന്റെ തനിനിറം വെളിപ്പെട്ടു. അടുത്ത പുള്ളി ഇവൻ തന്നെയാണ്. ചുമന്ന കുതിര, യുദ്ധം, രക്തച്ചൊരിച്ചിൽ. കറുത്ത കുതിര, ക്ഷാമം, വലിയ ക്ഷാമം വരും, മഹാപീഡനം. ഈ പുള്ളി വരാത്തത് എന്താണെന്നറിയാവോ? ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് കാണിച്ചേ, ഇങ്ങോട്ട് അടിയിലോട്ട്. ഇയാൾ വരാത്തതിന് കാരണം, രംഗപ്രഭാഷണം ചെയ്യാത്തതിന് കാരണം, തെസ്സലോനിക്കർക്ക് ശ്ലീഹാ പൗലോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചോ. ഇല്ലേ? അധർമ്മമൂർത്തിയുടെ 2:7 കിട്ടിയോ വാക്യം? അച്ഛാ എത്രാം വാക്യ? 7. അത് തന്നെയാ. 2-ാമത്തെ ലേഖനമാ. എല്ലാവരും ശ്രദ്ധിച്ച, തടുക്കുന്നവൻ. ഇതാരാ ആള്? റെഫറൻസ് കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? കിട്ടാത്തവരുണ്ടോ? ബൈബിൾ ക്ലാസ്സാ? ഒന്ന് അച്ഛാ പറഞ്ഞു കൊടുത്തേ. എത്രയാ? തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം. 1-ാമത്തെ ലേഖനത്തിൽ തപ്പി ഊപ്പാട് വന്നാൽ ആ വാക്യം കിട്ടത്തില്ല. 2-ാമത്തെ ലേഖനത്തിൽ. ഓക്കെ, കിട്ടിയല്ലോ എല്ലാവർക്കും? ഓക്കെ. ഇനി തടുക്കുന്നവൻ അതാരാ? ഇങ്ങോട്ടൊന്ന് നീക്കിയേ. തടുക്കുന്നവനെ കാണണ്ടേ? പെന്തക്കോസ്ത് നാളിൽ വന്നിറങ്ങിയില്ലേ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഇവിടുന്ന് സഭയെ കൊണ്ടുപോയ ശേഷം ഈ ഭൂമിയിൽ വലിയ ചില സംഭവങ്ങൾ നടക്കാത്തതിന് കാരണം ഇവിടെ പ്രാർത്ഥിക്കുന്ന
കുഞ്ഞാടിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ആമേൻ കർത്താവിന്റെ ജീവസ്ഥാപനമായ, കർത്താവിന്റെ സ്വന്തം രക്തത്തിന്റെ സമ്പാദ്യമായ, കർത്താവിന് വിലപ്പെട്ട ചിലർ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ വീടിന്റെ മുറ്റത്ത് പനിനീർ പുഷ്പം, അതിലെ റോസ അല്ലേ, റോസ ചെടി പലരുടെയും വീട്ടിലുണ്ട്. അതിനകത്ത് ആ പൂ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളത് വീട്ടിൽ മുറ്റത്ത് വളർത്തുമോ? ഇതുപോലെ ഹല്ലേലൂയ, സ്തോത്രം, സഭ 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 മേപ്പോട്ട് സഭ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ പല സംഗതികളും നടക്കാത്തത്. പലർക്കും പേടിയാണ്. എവിടെയെങ്കിലും എന്തേലും ഒരു ബോംബ് വീഴുകയോ എന്തെങ്കിലും കേട്ട് കഴിയുമ്പോൾ അമ്മ അയ്യോ ഇതെന്നെ നെഞ്ചത്ത് വീഴുവോ എന്നുള്ള പേടിയാണ് പലർക്കും. വീണുപോയാലും കർത്താവ് വന്നാൽ നമ്മൾ എങ്ങനെ മരിക്കണമെന്നും കൂടെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ മുൻനിർണയമുണ്ട്. ചിലപ്പോൾ എങ്ങനെയാകാം, ദൈവം അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടി പോലും പോകത്തില്ലെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആ ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ കണ്ണടയ്ക്കാൻ പോവുക, കർത്താവ് ഇനി അടച്ച ചേട്ടൻ രാവിലെ തുറക്കുവോ ഇല്ലയോ എന്ന് 2 പ്രാവശ്യം ആലോചിച്ചാൽ രാത്രി ഉറങ്ങുക വെച്ചാൽ കട്ടൻ കാപ്പി കുടിച്ചിരിക്കത്തേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ മരണഭയം നീങ്ങിയവരാണ്. അവർ പറയും ഹേ മരണമേ എന്ന് വിളിക്കാനുള്ളവരാണ്. അവർ പറയും മരിക്കുന്നത് എനിക്ക് ലാഭമാണെന്ന് പറയും. സ്തോത്രം സ്തോത്രം. അപ്പം സഭ ഇവിടുന്ന് എടുക്കപ്പെട്ട ശേഷം മുകളിലോട്ട് എടുക്കപ്പെട്ട ശേഷം ആണ് ഈ ആള് വരത്തുള്ളൂ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിക്കുന്നത് ഈ സഭ ഇവിടുന്ന് എടുക്കപ്പെട്ട ശേഷമാണ്. അന്നേരം യാക്കോബിന്റെ കഷ്ടകാലമെന്ന് വിളിക്കുന്ന കഷ്ടകാലമെന്ന് വിളിക്കുന്ന വലിയ കഷ്ടകാലമെന്ന് വിളിക്കുന്ന ജാതികൾക്കുള്ള വലിയ കഷ്ടകാലമെന്ന് വിളിക്കുന്ന ബൈബിൾ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന വരുവാനിരിക്കുന്ന ആ പരീക്ഷാകാലമെന്ന് വിളിക്കുന്ന 70-ാം ആഴ്ചവട്ടം എന്ന് വിളിക്കുന്ന യാക്കോബിന്റെ കഷ്ടകാലമെന്ന് വിളിക്കുന്ന ഈ കാലം തുടങ്ങത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അപ്പോൾ ഈ പുള്ളി രംഗപ്രവേശനം ചെയ്യാൻ, എന്നിട്ട് തനി നിറം കാണിക്കും, കറുത്ത കുതിര, ഇങ്ങോട്ട് ക്രോധകലശങ്ങള്, കാഹളങ്ങള്, ഭൂമിമേൽ വരുന്ന വലിയൊരു പ്രതിസന്ധി. ഇങ്ങനെ ഈ ചുമന്ന കുതിര പ്രത്യക്ഷമാകുന്നതിന് മുന്നമേ ഇവിടെ ഒരു വിടവുണ്ട്. ഈ കാലയളവ് 7 വർഷമാണ്. അതിൻ്റെ ആദ്യത്തെ 3.5 പകുതി കഴിയുമ്പോൾ ആണ് ഇത് വെളിപ്പെടുന്നത്. മഞ്ഞക്കുതിര ശവത്തിൻ്റെ മഞ്ഞളിപ്പാണ്. അനേകം നിഹിതന്മാരുണ്ടാകുമെന്ന്. അപ്പോൾ ഈ സമയത്ത് ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 12 എടുത്താട്ടെ, 12:1 മോളിൽ നിന്ന് താഴോട്ട് വായിച്ച ശേഷം ഒരു പാരഗ്രാഫ് ഉണ്ട്. എത്രാം വാക്യത്തിലെ പാരഗ്രാഫ് കിടക്കുന്നത്? സ്ഥിരം കുറച്ച് ടച്ച് വിട്ടോണ്ട് ഞാൻ ചോദിക്കേണ്ടി വന്നു. 1-ാമത്തെ വാക്യം വായിച്ചോ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, മോളിൽ നിന്ന് കീപ്പോട്ടൊന്ന് കാണിച്ചാട്ടെ. ഈ സമയത്ത് സ്വർഗത്തിൽ ഒരു യുദ്ധം ഉണ്ടായി. പലരും ചിന്തിക്കും ഈ സ്വർഗത്തിലുണ്ടായിരിക്കുന്ന യുദ്ധം, ഈ ചാർട്ടിനകത്ത് ഒരു മണ്ഡലമുണ്ട്, ഒന്ന് ചുരുക്കി കാണിക്കാം, എല്ലാം കൂടെ മതി, അങ്ങനെ നിന്നോട്ടെ. ഇത് അധമ പാതാളം, ഭൗമമണ്ഡലം, മേഘമണ്ഡലം, നക്ഷത്രമണ്ഡലം, സ്വർഗാതിസ്വർഗം മോളി.
അഥവാ പാതാളം, പാതാളം ഭൂമിയുടെ തോഭാഗങ്ങൾ. 2 ഭൗമമണ്ഡലം, മേഘമണ്ഡലം, നക്ഷത്രമണ്ഡലം, സ്വർഗാതിസ്വർഗം. പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിൽ ഞാനൊരു മനുഷ്യനെ അറിയുന്നു, അവൻ 1-ാം സ്വർഗം കഴിഞ്ഞു, 2-ാം സ്വർഗവും കഴിഞ്ഞു, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. 1-2 സ്വർഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ആകാശം സൃഷ്ടിച്ചുവെന്ന സ്ഥാനത്ത് സ്വർഗങ്ങൾ സൃഷ്ടിച്ചുവെന്നാണ്. അഥവാ മേഘനക്ഷത്രമണ്ഡലങ്ങൾ. ഇവയെ രണ്ടിനെയും കൂടെ ചേർത്തിയാണ് എഫെസ്യ ലേഖനം 6:12 നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും എന്നിട്ട് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. ലൂസിഫർ ഇവിടെ ആയിരുന്നു. ഇവിടുന്ന് വെട്ടുകൊണ്ട് അവൻ്റെ ആധിപത്യം അവിടുന്ന് അന്ന് പോയി. ഒക്കെ വാക്യം എടുക്കണം, ഞാൻ പ്രവചന പുസ്തകത്തിലെ പറഞ്ഞങ്ങ് പോവാണ്. അങ്ങനെ വെട്ടുകൊണ്ട് വീണ പിശാചിന് ഭൗമമണ്ഡലത്തിലും, എന്നാൽ സ്വർഗങ്ങളിൽ അവനുണ്ട്, മേഘനക്ഷത്ര മണ്ഡലങ്ങളിലുണ്ട്. ദാനിയേൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ റിസൾട്ട് ഗബ്രിയേൽ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യുന്നു? പാർസിയുടെ പ്രഭു അന്തരീക്ഷത്തിൽ നിന്ന് എന്ത് ചെയ്തു? കാര്യം അവൻ്റെ അധീന മേഖലയാണ്. നമ്മൾ ഇവിടുന്ന് നോക്കിയേ, ഇവിടുന്ന് ഇങ്ങനെ എടുക്കപ്പെടുമ്പോൾ ഇവിടെ നിൽക്കുന്ന പുള്ളികളെല്ലാം കൂടെ ബ്ലോക്ക് ചെയ്യാൻ നിൽക്കും, തടയാൻ സാധ്യതയുണ്ട്. കാര്യം ഇതിനെ ഇങ്ങോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞാൽ ഈ പാതാള ഗോപുരം മുഴുവനും വാദിക്കുന്നേ. ഇതിനെ പൊളിക്കും, തകർക്കും, ജയിക്കത്തില്ല. ഏതനിൽ വെച്ച് ദൈവത്തിൻ്റെ പദ്ധതിയെ പൊളിച്ച പിശാച് അതുപോലെ ഇത് പൊളിക്കും, തകർക്കുമെന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത്. എന്നാൽ ഇവിടുന്ന് വരുമ്പോഴുണ്ടല്ലോ പ്രധാന ദൂതനായ മീഖായേൽ എന്ത് എവിടെ കാണുന്നുണ്ട്? മീഖായേൽ നിൽപ്പുണ്ട്. മീഖായേൽ ഉണ്ടായിരുന്നു. ഓക്കെ, വെട്ടുന്നു. അപ്പോൾ ഈ ആള് ഇവിടെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചോ. കാണായി. സൂര്യനെ അണിഞ്ഞ സ്ത്രീ. ഈ സ്ത്രീ കത്തോലിക്ക സഭയാണെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു. പല വ്യാഖ്യാനങ്ങളുണ്ട് ഇതിനു മുമ്പിൽ. എന്നാൽ സൂര്യധാരിണിയായ സ്ത്രീ ഇസ്രയേലാണെന്നും ആ സ്ത്രീ പ്രസവിച്ച കുട്ടിയാണ് ക്രിസ്തുവേശു എന്നുമുള്ളതാണ് നമ്മുടെ വ്യാഖ്യാനം. സ്തോത്രം. പല കമൻട്രികൾ പലതും പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇതാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ യോഗത്തിന് ശേഷം ഞാനിവിടെ ഉണ്ട്. ചോദിച്ചാൽ അടുക്കിന് 1, 2, 3, 4 എന്ന് പറഞ്ഞ് നമുക്കതിന് മറുപടി പറയാം. മറുപടി കയ്യിൽ സ്റ്റോക്ക് നമ്മുടെ കീശയിലുണ്ട്. സ്തോത്രം. വായിച്ചോ, തൊട്ട് താഴെ. 12 നക്ഷത്രങ്ങൾ, അതൊക്കെ വ്യാഖ്യാനിക്കപ്പെടേണ്ടത്. വായിച്ചോ. അല്ലാതെ ആ സ്ത്രീ സഭയാണെന്ന് പഠിപ്പിക്കുന്ന ചില കൂട്ടരുണ്ട്. കുഞ്ഞാടിന്റെ കാന്ത ഗർഭിണിയായതായിട്ട് വേദപുസ്തകത്തിലില്ല. അതുകൊണ്ട് മണവാട്ടി സഭ ഗർഭിണിയായി എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും കുഞ്ഞാടിന്റെ കാന്തയല്ല. വായിച്ചോ അടുത്തത്. അടുത്തത് ആള് വാല് കണ്ടോ? വളഞ്ഞിരിക്കുന്നു. നക്ഷത്രങ്ങളെ എറിഞ്ഞു കളഞ്ഞൊക്കെ വ്യാഖ്യാനിക്കേണ്ടതാ. അടുത്തതാ കുട്ടിയെ തിന്നുകളയാൻ മഹാസർപ്പം നിന്നു. ഇത് വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ്. ഇനി അടുത്തതാ സകല ജാതികളെ ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കാനിരിക്കുന്ന ആൺകുട്ടി ഏത്? സങ്കീർത്തനങ്ങൾ 2. ആമേൻ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിനകത്തും അതിൻ്റെ പരാമർശമുണ്ട്. കുറിച്ച് വെച്ചാൽ മതി. വായിച്ചോ. കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും
ആ, സ്ത്രീ എന്ത് ചെയ്തു? സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. ആ, അടുത്തത് 1260 ദിവസം ഉണ്ട്. ആ ആ ആ പടവെട്ടി പടവെട്ടി. ഓ, ഒന്ന് ശ്രദ്ധിച്ചേ, ജയിച്ചില്ലതാനും. അപ്പോൾ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയെ ഇവിടെ നിന്ന് വെട്ടി താഴേക്കിടുന്നു. നോക്കണേ, അത്രയും വ്യാപ്തിയിൽ പിശാചിന് അധീന മേഖല ഉണ്ടായിട്ടാ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊക്കെ പറയുന്നത് പോരാട്ടം. പിശാചിന് ഇഷ്ടം പോലെ ഏറിയുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ സഭയുടെ പരിധി പുറമറ്റം പഞ്ചായത്തിനുള്ളിൽ മാത്രമേ ഉള്ളൂ ലൂസിഫറിനല്ല. ഭൂമിയും നക്ഷത്രമണ്ഡലവും മേഘമണ്ഡലവും ഒക്കെ ഇവൻ്റെ അധീനയിൽ. ഒരിക്കൽ യേശുവിൻ്റെ ഒരിക്കൽ തന്നെ ഇത് സകലം പടച്ചവൻ്റെ മുമ്പിൽ തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ. അതിന് കർത്താവ് ഉത്തരം കൊടുത്തു. ഇനി ഉത്തരവായിട്ട് വെളിപ്പാട് പുസ്തകം 5 ആധാരമായിട്ട് വന്നേച്ച് കുടികിടപ്പുകാരനെ പുറത്തുകൈ അടിക്കും. സ്വോത്രം. അല്ലാതെ ചുമ്മാതെ ഇത് എൻ്റെയാന്ന് പറഞ്ഞ്, നിൻ്റെ അല്ലടാ എൻ്റെയാന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയല്ല, നിയമപരമായാണ് നടപടി. സ്വോത്രം. അതവിടെ നിൽക്കട്ടെ. അപ്പൊ പടവെട്ടി വായിച്ചോ. പഴയ പാമ്പ്. ഈ പാമ്പിന്റെ പേര് പലരും പറയാറുണ്ട് ഞാൻ പഴയ വിശ്വാസിയാണ്. ഈ പഴക്കം അവകാശപ്പെടുന്ന ആള് പാമ്പാ. പുതിയ നിയമത്തിന്റെ ഉപദേശം പിന്തുണയ്ക്കുന്നത് പുതുക്കമാണ്. ഇന്നത്തെ യോഗത്തിനകത്ത് ഞങ്ങൾ ചെന്നു, ഞങ്ങൾ കുറച്ച് പഴക്കം ഏറ്റെടുക്കുവാനിടയായി. പഴക്കം അവൻ്റെയാ. പഴക്കം കണ്ടിട്ടില്ലേ? തെരുവിൽ കൂടെ പോകുന്ന ഭ്രാന്തൻ 1 മാസമായി കുളിച്ചിട്ട് 2 മാസം മുമ്പിട്ട് ഷർട്ടാ. പഴക്കമുണ്ട്. പഴക്കം അവൻ്റെയാ. നമ്മുടെ എന്താണ്? നാൾതോറും ഒന്ന് പറ പ്രിയരെ, പുതുക്കം ഒരുക്കം. എന്നിട്ട് വായിച്ചോ. അപ്പോൾ ഈ ആളെ ഇവിടുന്ന് വെട്ടി താഴേക്കിട്ടു. അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, മേഘമണ്ഡലവും നക്ഷത്രമണ്ഡലത്തിലും ഒക്കെ വ്യാപിച്ചു നിന്ന സാത്താൻ ഒരു ചെറിയ സർക്കിളിനകത്തേക്ക് അവന്റെ പ്രവർത്തനം വരുമ്പോൾ എത്ര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ആദ്യത്തെ 3.5 പകുതി കഴിഞ്ഞുള്ള 3.5 പകുതിയിൽ സാത്താന്റെ പ്രവർത്തനങ്ങൾ ഭൗമമണ്ഡലത്തിൽ ശക്തമായിരിക്കും. സ്തോത്രം. കാര്യം, ഇവിടെ സഭയില്ല, ഇവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയില്ല. അവന്റെ ആധിപത്യം മേഘനക്ഷത്ര മണ്ഡലങ്ങളിൽ വിട്ടു. ഇവിടെ മാത്രമായി. വായിച്ചോ. കേട്ടത്. അച്ഛാ, അതിനകത്ത് 12-ാം അധ്യായത്തിൽ 1 കാലവും 2 കാലവും അരക്കാലവും പാർക്കേണ്ടതിന് അങ്ങനെ ഒരു പ്രയോഗമില്ലേ? ഇസ്രയേല് ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഈ 3-ാം ലോക മഹായുദ്ധം കഴിഞ്ഞ ഒരു ചെറിയ സമാധാനം കിട്ടിയ ശേഷം ഈ എതിർ ക്രിസ്തു പഴയ ചാർട്ട് വരണം, ഈ 2-ാമത്തെ ചാർട്ട്. അപ്പോൾ അതിനകത്ത് ഈ എതിർ ക്രിസ്തു എന്ത് ചെയ്യുകയാണ്? ഇവന് ഈ ആദ്യത്തെ 3.5 പകുതി കഴിഞ്ഞപ്പോൾ ഇവന്റെ സ്വഭാവം മാറ്റി, നമ്മുടെ ഭാഷ പറഞ്ഞ തനിനിറവെടുത്തു. ഇവന്റെ അതൊക്കെ ബാക്കിയോട് സ്ഥാപിക്കേണ്ടതാണ്. ആമേൻ. ഇവന്റെ പ്രതിമയെ യഹൂദന്റെ ആലയത്തിൽ വെക്കാൻ ശ്രമിക്കുകയല്ല, അത് ചെയ്യുമ്പോൾ വിഗ്രഹാരാധന തെറ്റെന്നുള്ള നിയമമറിയാവുന്ന യഹൂദൻ അതിനെ എതിർക്കും. അന്ന് മുതൽ ഇവൻ യഹൂദന്റെ കഠിന ശത്രുവായി മാറും. അന്നേരം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ സാത്താൻ വെട്ടുകൊണ്ട് മോളിൽ നിന്ന് കീഴ്പോട്ട് വരുന്നത്. ഈ പുള്ളിക്ക് ഇസ്രായേലിനെ
ഒട്ടും ഈ സ്ത്രീയെ ഒട്ടും ഇഷ്ടമല്ല. ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുന്ന സന്തതിയെ പിറന്ന ഇസ്രായേൽ സ്ത്രീയെ ഒട്ടും ഇഷ്ടമല്ല. ഇവൻ ഇതിന്റെ മേളിൽ വസിക്കും. അതാണ് അന്നേരമാണ് ജനസമുദായ കടലിൽ നിന്ന്, സമുദ്രത്തിൽ നിന്നൊരു മൃഗം കയറി വരും. ഈ പുള്ളി കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആകുക. അന്നേരം ഇസ്രായേലിനെ ഉപദ്രവിക്കും. ഇസ്രായേല് മരുഭൂമിയിലേക്ക് ദൈവം ഒരുക്കിയൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഇപ്പോഴേ ഒരുക്കിയിട്ടിരിക്കുകയാണ്. പെട്ര എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. പെട്ര ഇന്ന് ടൂറിസ്റ്റ് മേഖലയിൽ ആളുകൾക്കൊക്കെ ചെന്ന് കാണാൻ പറ്റുന്ന സ്ഥലമാണ്. യഹൂദന് പിന്നീട് അത് ആശ്രയമായിട്ട് വരും. സാഹചര്യം ഉണ്ടെങ്കിൽ പോയി കണ്ടാൽ നല്ലതാണ്. അന്നേരം അറബി രാജ്യങ്ങൾ ശാന്തമായിരിക്കും. കുറച്ച് അറബി രാജ്യങ്ങൾ അവരിവരെ സഹായിക്കും. അങ്ങനെ ആദ്യത്തെ 3.5 പകുതി അവർ വളരെ ഞെരുക്കത്തോടുകൂടെ ആയിരിക്കും. അറബ് രാഷ്ട്രങ്ങളുടെ സമ്പത്ത് അന്ന് ഈ രാജ്യത്തിന് വലിയ തുണയായി മാറും. അതുകൊണ്ടാണ് അറബ് രാജ്യങ്ങളുടെ സമ്പത്ത് തകർന്നു പോകാൻ ദൈവം ഇതുവരെ അനുവദിക്കാത്തത്. അല്ലാതെ നമ്മുടെ അച്ചായൻ അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് അവിടുന്ന് കുറച്ച് ഖത്തർ റിയാലും സൗദി ഇതെല്ലാം ദിനാറും ഒക്കെ ഇങ്ങോട്ട് മാറ്റി നമുക്ക് ഇവിടെ നല്ല പൊറോട്ടയും ചിക്കനൊക്കെ അടിച്ചിങ്ങനെ പോകാൻ വേണ്ടിയല്ല. അതിനും കൂടെ ആണ്. സ്വതന്ത്രം ചെയ്യാം, കുഴപ്പമില്ല. എന്നാൽ പ്രധാന കാര്യം അറബി രാജ്യത്തിൻ്റെ സമ്പത്ത് ദൈവം നിർത്തിയേക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർ പാറകളോട് പറയും, ഞങ്ങളുടെ മേൽ വീഴണം. ആത്മഹത്യ ചെയ്യാൻ അവർക്ക് പ്രമാണമില്ല. അവർ മരണത്തെ കൊതിക്കും, എന്നാൽ കണ്ടെത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഭൂമിയിൽ നടക്കുമ്പോൾ സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ 1, 2, 3 ക്രമത്തിൽ പറയാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം. അനന്തരം സ്വർഗത്തിൽ വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു. മേലാ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു വരാമെന്ന് പറഞ്ഞു. ആമേൻ. ഒരു സിംഹാസനം കാണുന്നു, സിംഹാസനസ്ഥനെ കാണുന്നു, സ്വർഗ സദസ്സും ആരാധനയും. ആ സിംഹാസനമാണ് 4-ാം അധ്യായത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന സിംഹാസനം. അങ്ങനെ സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ തകൃതിയിൽ പറയുകയാണ്. സ്വർഗ സദസ്സും ആരാധനയും. വെളിപ്പാട് 5-ാം അധ്യായത്തിൽ ഭൂമിയുടെ ആധാരകൃതം കൈമാറുന്നു. ആമേൻ. അതിനുശേഷം ആമേൻ കുഞ്ഞാടിൻ്റെ ആമേൻ വേളി നടക്കുകയാണ്. സ്തോത്രം. അതിനുശേഷം രാജ്യത്വം അവൻ സ്വീകരിക്കുന്നു. ഇങ്ങോട്ട് വന്നാട്ടെ. രാജ്യത്വം സ്വീകരിക്കുന്നു. രാജ്യത്വം സ്വീകരിച്ച ശേഷം സ്തോത്രം സ്തോത്രം. ഇവിടെ കുഞ്ഞാടിൻ്റെ കാന്ത 19, 7 മുതൽ 9 വരെ. എന്നിട്ട് അവൻ മണവാട്ടി സഭയും 1000 ദൂതന്മാരുമായിട്ട് ഈ ഭൂമിയിലേക്ക് വരികയാണ്. കർത്താവിൻ്റെ വരവിന്, 2-ാം വരവിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം യേശു കർത്താവ് മധ്യാകാശത്തിൽ വരുന്നു. സ്തോത്രം. എന്നിട്ട് സഭയെ ചേർത്തുകൊണ്ട് പോകുന്നു. ഇവിടെ ഒരു സിംഹാസനമുണ്ട്. അത് നമ്മൾ സിംഹാസനങ്ങൾ എന്നുള്ള വിഷയത്തിൽ പഠിക്കും. അത് ക്രിസ്തുവിൻ്റെ ന്യായാസനമാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ പഠിപ്പിക്കുന്ന ന്യായാസനമാണ്. അത് കഴിഞ്ഞ ശേഷം ഇവിടെ നിർത്തിവെച്ചാണ് നമ്മളെല്ലാം കണക്ക് പറയിപ്പിക്കും. തന്ന കാശിൻ്റെ, തന്ന ആയുസിൻ്റെ, വിശ്വാസികളുടെ. ഇവിടെ നിൽക്കുന്ന ആരും നരകത്തിൽ പോകത്തില്ല. ഇവിടുന്ന് ഒരാളെ ഇവിടേക്ക് തട്ടുന്നുള്ള കൈവിടപ്പെട്ടവരെ ഇവിടെ പോകത്തുള്ളൂ. ഇവിടെ ചെല്ലുന്ന ആളുകളെല്ലാവരും അത് നമ്മൾ പഠിക്കും, എന്തിനൊക്കെ ന്യായവിധി ഉണ്ടെന്ന്. അപ്പോൾ ഈ 3.5 കൊല്ലം ഇങ്ങനെ വളരെ ദുഃഖത്തോടുകൂടെ ജീവിക്കുന്ന ജനത്തിനു വേണ്ടി രക്ഷകനായി കർത്താവ് വെള്ളക്കുതിരപ്പുറത്തു വരും. വന്നിട്ട് അത് നമ്മൾ അടുത്ത 2 യുദ്ധങ്ങൾ ഇനിയും കിടക്കുകയാണല്ലോ. നാളെ കൊണ്ട് നമുക്ക് ഒപ്പിക്കാൻ ശ്രമിക്കാം. അടുത്തത് ഹെർമഹത്തോൻ യുദ്ധം. അത് കഴിഞ്ഞ ശേഷം വീണ്ടും അവസാന യുദ്ധമായി ഗോഗുമാഗോ യുദ്ധം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം നടക്കുന്ന യുദ്ധമാണ്. അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ
യുദ്ധങ്ങൾ മാത്രം. പിന്നെ സിംഹാസനങ്ങൾ പിന്നെയും കിടക്കുകയാണ്. ക്രോധകലശങ്ങൾ ഞാൻ ഇട്ടിരിക്കുന്ന ആ പറഞ്ഞ 7 അടിസ്ഥാനത്തിന്മേൽ ഒപ്പിക്കാം. സ്തോത്രം. നാളെ നമ്മൾ ഇതിൻ്റെ ബാക്കി പഠിക്കാൻ പോവാണ്. ദാ യേശു രാജാതി രാജാവായി കർത്താതി കർത്താവായി ദാവീദിന്റെ പുത്രനായി ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കേണ്ടതിന്, ഈ കഷ്ടത അനുഭവിക്കുന്ന ജനത്തെ രക്ഷിക്കേണ്ടതിന്, യോസേപ്പ് സഹോദരന്മാർ മുമ്പിൽ വെളിപ്പെടുത്തിയ പോലെ വെളിപ്പെടുത്തേണ്ടതിന്, ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് മിസ്രയീമിൽ നിന്ന് വരുന്നവരുവിനാ, വസ്ത്രാലങ്കൃതനാ, ശക്തിയുടെ മഹാത്മ്യത്തിൽ നടകൊള്ളുന്നവരുവിനാ, ഇങ്ങനെ വന്നിട്ട് അന്നേരം ഇവിടെ കുറച്ച് ആളുകൾ രൂപപ്പെടും ഇവന്റെ നേതൃത്വത്തിൽ. അതിലാണ് ദശരാഷ്ട്ര സംഘടനയും മൃഗവും. ഈ പുള്ളിയാണ് കള്ളപ്രവാചകൻ അല്ലേ? കള്ളപ്രവാചകൻ. ഈ പുള്ളിയുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പുള്ളി പറയുന്നതെല്ലാം ശരിയാന്ന് പറയുക, ദൂത് പറയലാണ്. വിസ്താരം കൂടാതെ ഈ പുള്ളിയെ പിടിച്ച് ഇങ്ങോട്ടിടും. ഈ മൃഗം ആരാണെന്ന്, ഇതൊരു വ്യക്തിയായിരിക്കും. ഒരു വലിയ യുദ്ധത്തിനു വേണ്ടി ലോകരാജ്യങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ഇവിടം വിട്ട് പോകാൻ വേണ്ടി വിളിച്ചു വേർതിരിച്ച് കർത്താവ് ഒരുക്കിയിരിക്കുന്ന കൂട്ടമാണിത്. സ്തോത്രം. കർത്താവിൻ്റെ വരവിനോട് അടുത്തുകൊണ്ടിരിക്കുന്നവരല്ല, ഏറ്റവും അടുത്തിരിക്കുന്നവരാണ്. ഏത് സമയം വേണമെങ്കിലും കർത്താവിൻ്റെ വരവ് നടക്കാം. ഇതെല്ലാം പറഞ്ഞത്, ലോക സംഭവങ്ങൾ, രാഷ്ട്രങ്ങളെല്ലാം തെളിയിച്ചത് വളരെ കൃത്യമായിട്ടാണ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് കേട്ട ദൂതിന് മുമ്പിൽ ഏൽപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.